ഈ തൃശൂർ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്കാണ് ഇനി ഗോവിന്ദചാമിയെ കൊണ്ടുവരുന്നത്. എന്തൊക്കെ തയ്യാറെടുപ്പുകൾ അവിടെ നടത്തിയിട്ടുണ്ട്? ഏത് തരത്തിലായിരിക്കും ഇനി ഈ കൊടും കുറ്റവാളി എന്ന തരത്തിൽ ഗോവിന്ദചാമിയെ പാർപ്പിക്കുക? വിയ്യൂർ അതിസുരക്ഷാ ജയിലിൽ ഇന്നലെ ഈ ഗോവിന്ദചാമിയെ ഇങ്ങോട്ടേക്ക് എത്തിക്കും എന്നുള്ള ഒരു വിവരം അറിഞ്ഞതിനെ തുടർന്ന് തന്നെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഗോവിന്ദചാമിക്ക് വേണ്ടി ഒരു ഏകാന്ത സെല്ലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നിലവിൽ അതിസുരക്ഷാ ജയിലിൽ 536 ആളുകളെ പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യങ്ങളാണ് ഉള്ളത്. ഇതിൽ 125 കൊടും കുറ്റവാളികളാണ് നിലവിൽ ഉള്ളത്. ഈ ഒരു ജയിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതീവ സുരക്ഷാ ജയിൽ എന്ന് പറയുമ്പോൾ കൃത്യമായ അതിൻ്റെ ഒരു മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ടുള്ളത് തന്നെയാണ്. 3 ഘട്ടത്തിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ, അതായത് 3 ഗേറ്റ് കടന്നു വേണം ഈ സെല്ലുകൾ ഉള്ള ഇടത്തേക്ക് എത്താനായി. ആ ഗേറ്റ് ഓരോ ഇടത്തും മതിലുകളുണ്ട്, പ്രത്യേകം ഉയരം കൂടിയ മതിലുകൾ തന്നെയാണ് ഉള്ളത്. അതിനോടൊപ്പം തന്നെ അവിടെയൊക്കെ തന്നെ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ആളുകളുമുണ്ട്. 4 മീറ്ററിലധികമാണ്, അതായത് 4.2 മീറ്ററാണ് ഒരു സെല്ലിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ഓരോ സെല്ലിലും ഈ ഏകാന്ത സെല്ലിൽ ഫാനും കട്ടിലും അതുപോലെ തന്നെ CCTV ക്യാമറകളുണ്ട്. ഈ സെല്ലിനകത്ത് തന്നെ CCTV ക്യാമറകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സെല്ലിനകത്തൊക്കെ തന്നെ എന്താണ് ഈ കുറ്റവാളികൾ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ് ജയിൽ വകുപ്പ് അധികൃതർ പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു സെല്ലിലുള്ളവർ ഏകാന്ത സെല്ലായതിനാൽ തന്നെ മറ്റു സെല്ലുകളിലുള്ള ആളുകളുമായി യാതൊരു വിധത്തിലുള്ള ഒരു സംസാരിക്കാനുള്ള ഒരു അവസരമോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഭക്ഷണം കഴിക്കാൻ പോലും പുറത്തേക്ക് ഇറക്കില്ല. ഭക്ഷണം ഇത്തരത്തിലുള്ള തടവുകാർക്ക് സെല്ലിലേക്ക് എത്തിച്ച് നൽകുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിന് പോലും പുറത്തിറക്കില്ല, അതായത് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പുറത്തിറക്കില്ല എന്നുള്ളതാണ്. ഈ സെല്ലിനകത്ത് തന്നെ അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അത്രത്തോളം സുരക്ഷിതമാണ്, അല്ലെങ്കിൽ അത്രത്തോളം ഒരു ഏകാന്ത തടവ് അനുഭവിക്കുന്നതിന് വേണ്ടി ഉള്ള കുറ്റവാളികളെയാണ് അതിലേക്ക് ഇടുക എന്നുള്ളത്. കുറ്റവാളികളൊക്കെ ഇതേ സാഹചര്യത്തിൽ തന്നെയാണോ പാർപ്പിച്ചിരിക്കുന്നത്, അതോ ഗോവിന്ദചാമിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കുന്നതാണോ ഈ സൗകര്യങ്ങൾ? അല്ല, ഗോവിന്ദചാമിക്ക് വേണ്ടി മാത്രമല്ല, ഇവിടെ പല വിധത്തിലുള്ള സെല്ലുകളുണ്ട്. അതായത് 2 ആളെ പാർപ്പിക്കുന്ന 20ഓളം സെല്ലുകളുണ്ട്, 3 ആളെ പാർപ്പിക്കുന്ന 66 സെല്ലുകളുണ്ട്, അങ്ങനെ 5 ആളെ പാർപ്പിക്കുന്ന 46 സെല്ലുകളുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 192 സെല്ലുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ തന്നെ ഏകാന്ത തടവുകാർക്ക് വേണ്ടിയുള്ള പ്രത്യേകം സെല്ലുകളുമുണ്ട്. അതല്ലാതെ ഇത് നേരത്തെ ഒരു ഇത്തരത്തിൽ ഗോവിന്ദചാമിക്ക് വേണ്ടി മാത്രമായി ഒരുക്കിയതല്ല. ഇത്തരത്തിൽ കൊടും കുറ്റവാളികളായി പ്രത്യേക ഒരു തരത്തിലുള്ള, അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ മറ്റുള്ളവരുമായി സമ്പർക്കം പുലർത്തിയാൽ ഏതെങ്കിലും തരത്തിൽ ഇനിയും അപകടകാരികളാകും എന്നുള്ള ഒരു മുൻകരുതൽ എടുക്കേണ്ട കുറ്റവാളികളെയാണ് ഇത്തരത്തിൽ ഏകാന്ത തടവിന്. ഏതായാലും ഏകാന്ത തടവുകാരനായി പാർപ്പിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. അതീവ സുരക്ഷ നൽകിക്കൊണ്ടായിരിക്കും പാർപ്പിക്കുക. എല്ലാ സംവിധാനങ്ങളും എങ്ങനെയാണെന്നതാണ് വിശദമായി ലിഷോയ് പറഞ്ഞു തന്നത്.